നല്ലൊരു ജോലി, അതുവഴി നല്ലൊരു ശമ്പളം, അതോടൊപ്പം നല്ലൊരു ജീവിതവും. നമ്മിൽ ഇത് സ്വപ്നം കാണാത്തവരായി ആരാണുണ്ടാവുക? പക്ഷേ പലപ്പോഴും ഇതിനു വേണ്ടി കൃത്യമായി വർക്ക് ചെയ്യുവാൻ നമ്മിൽ പലർക്കും സാധിക്കാറില്ല, അല്ലെങ്കിൽ തോന്നാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും സ്റ്റുഡൻസിന്റെ കാര്യത്തിലുമൊക്കെ അവർ പറയുവാറുള്ളത് പഠിക്കാൻ അങ്ങ് തോന്നുന്നില്ല എന്നുള്ളതാണ്. ചിലർ ഇതിനെ മടി എന്ന് പറയും. എന്തായാലും ഇങ്ങനെ തോന്നാത്തതിന്റെ പിറകിലെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. യൂട്യൂബിൽ മടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും. അതിനകത്തെല്ലാം പല പല ടെക്നിക്കുകൾ, ജപ്പാനീസ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ 2 മിനിറ്റ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകാം വീഡിയോകളെല്ലാം. പക്ഷേ ആ ടെക്നിക്കുകളെല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കതിനകത്ത് നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരണ്ടേ ആദ്യം. കാരണം ആ ഒരു തോന്നലില്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ മൂവ്മെന്റ് പോലും വരുത്തുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ അത്തരത്തിൽ തോന്നാത്തതിന്റെ പിറകിലെ റീസണുകളാണ് നമ്മൾ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോരോ പോയിന്റുകളും കൃത്യമായി നിങ്ങൾക്കത് അതാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അതാണെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും സ്ലീപ്പുമായി വലിയ ബന്ധമാണുള്ളത്. തലേ ദിവസം നിങ്ങൾക്ക് എത്രത്തോളം ഉറക്കം കുറഞ്ഞുവോ അത്രത്തോളം നെക്സ്റ്റ് ഡേ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കുറയുമെന്നുള്ളതാണ്. കാരണം ടീനേജേഴ്സിന് നമുക്കറിയാം 8 hours ആണ് ഉറങ്ങേണ്ടത്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെയധികം കുറഞ്ഞുറങ്ങുന്നവരാണെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കുറയുകയും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സ്ട്രെസ് കാര്യങ്ങൾ വരുവാനുള്ള സാധ്യതയൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾ ബോഡിക്ക് ആവശ്യമായ രീതിയിൽ ഉറങ്ങുക. ചിലർക്ക് 7 മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പ്രൊഡക്റ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ദെൻ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി നമ്മുടെ ബ്രെയിനകത്ത് നമുക്ക് മോട്ടിവേഷനും ആ ഒരു എനർജിയും ഒക്കെ നൽകുന്ന കെമിക്കൽസിന് വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് ഹാപ്പിനെസ് മോട്ടിവേഷനൊക്കെ നൽകുന്ന സെറോട്ടോണിൻ, ഡോപ്പമിൻ എല്ലാം അതിനകത്ത് പ്രോട്ടീൻസുമായി ബന്ധമുണ്ട് അവർക്ക്. സോ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ നല്ല കൊഴുപ്പുകളും ഒക്കെ അടങ്ങിയ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം. നട്ട്സ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റുകൾ അടങ്ങിയ ഫിഷുകളെല്ലാം കഴിക്കുന്നത് നമ്മുടെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മെമ്മറിയൊക്കെ നല്ല രീതിയിൽ ഷാർപ്പാക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് നട്ട്സ്, ഫ്രൂട്ട്സ്, മത്തി, അയല പോലുള്ള മീനുകളെല്ലാം നിങ്ങൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം എന്നുള്ളത്. പലപ്പോഴും ഡീഹൈഡ്രേഷൻ, കാരണം നമ്മുടെ ബ്രെയിനിന് കോൺസെൻട്രേഷൻ നിലനിർത്തുന്നതിന് ബ്രെയിനിന്റെ ഒരുപാട് ഭാഗം അതിനകത്ത് വാട്ടറാണ്. സോ അതുകൊണ്ട് തന്നെ വെള്ളം കുറവാണെങ്കിൽ പലർക്കും ദാഹമായിട്ട് തോന്നാം. എന്നാൽ ചിലർക്കത് ദാഹമായി തോന്നാതെ നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കാര്യത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാതെയും ഉറക്കത്തിലോട്ടും ഒക്കെ പോകുവാനുള്ള ക്ഷീണമൊക്കെ തോന്നുവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊരു താല്പര്യമില്ലായ്മയിലോട്ട് നയിക്കാം. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി വെള്ളം കുടിക്കുന്ന ഒരാളാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെ വെള്ളമൊക്കെ നിങ്ങൾ കുടിക്കുന്ന ആളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ദെൻ നിങ്ങൾക്ക് മറ്റ് കാരണങ്ങളായിരിക്കാം. അതിലോട്ട് നമ്മൾ വരുമ്പോൾ പലപ്പോഴും സ്റ്റുഡൻസിന്റെ കേസിൽ ഇതിനകത്ത് ഇപ്പം ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റോട് കൂടി അങ്ങ് പഠിക്കാൻ ഇരുന്ന് ഒരു 3-4 ദിവസമാകുമ്പോൾ ചിലർക്കൊക്കെ അങ്ങ് ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഫിയർ ഒക്കെ പലപ്പോഴും തോന്നാറുണ്ട്. അതിന് പിറകിലെ കാരണം എന്ന് പറയുന്നത് നമ്മൾ റൂമിൽ അടച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ വളരെയധികം കുറവായിരിക്കും. നമ്മുടെ ബ്രെയിനിലെ ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന, മോട്ടിവേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കെമിക്കൽ അതിനകത്ത് സെറോട്ടോണിൻ, ഡോപ്പമിനൊക്കെ സൺ എക്സ്പോഷറുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് പഠനങ്ങൾ വഴി തെളിയിക്കപ്പെട്ടതാണ്. തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അവിടെ സൺലൈറ്റ് കുറയുന്ന സമയത്ത് അവർക്ക് സീസണൽ ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലൊരു എനർജി കുറവ്, മോട്ടിവേഷൻ, ഒരു പേടി, ഫിയർ, ആങ്സൈറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ ആ ഒരു ചെറിയ രീതിയിൽ സൺലൈറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ സൺലൈറ്റ് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് അത് സ്കിന്നിന് ഹാംഫുൾ ആണ്, അത് കേടാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ പതിച്ചു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസറിനൊക്കെ കാരണമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ലൈറ്റായിട്ട് ഒരു ഏർലി മോർണിംഗ് ഒന്ന് പുറത്തിറങ്ങി നടക്കുക എന്നുള്ളതാണ്. സോ സൺലൈറ്റുമായി നമ്മുടെ ഹാപ്പിനെസ്സിന്, മോട്ടിവേഷനൊക്കെ വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. സോ അടച്ചിട്ട റൂമുകളിലൊക്കെ ഇരുന്ന് ഒരുപാട് സമയം വർക്ക് ചെയ്യുന്നവർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഒരുപാട് ഇരുന്ന് അല്ലെങ്കിൽ കിടന്നൊക്കെ ഇങ്ങനെ പഠിക്കുന്ന ഒരു കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ ബോഡി ഒന്ന്
മൂവ് ചെയ്യിക്കുക ഇടയ്ക്കൊക്കെ. അപ്പം ഓരോ 10 മിനിറ്റ് ബ്രേക്കിലും നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിൽ നിങ്ങൾക്ക് നല്ലതാണ്. മാത്രമല്ല നമ്മുടെ ബ്രെയിൻ്റെ ഹിപ്പോ ക്യാമ്പസ്, നമ്മുടെ മെമ്മറിയുമായി ബന്ധപ്പെട്ട സ്റ്റോറേജുമായി ബന്ധപ്പെട്ട വലിയൊരു ഏരിയയാണ് ഹിപ്പോ ക്യാമ്പസ്. സോ അതുകൊണ്ട് തന്നെ ഹിപ്പോ ക്യാമ്പസിൻ്റെ വോളിയവും നമ്മുടെ എക്സസൈസുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. സോ മെമ്മറി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിൽ ചെറിയ രീതിയിൽ നിങ്ങൾ ഓരോ ബ്രേക്കിനകത്തും ഒന്ന് നിങ്ങൾ എയറോബിക്കായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഓടാവുന്നതൊക്കെയാണ്. ഇതെല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല കാരണങ്ങളായിരിക്കാം. അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡ് ഹോർമോണിന്റെ പ്രശ്നമുള്ളവർക്ക് വലിയ രീതിയിൽ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുവാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ കേസിൽ പലപ്പോഴും മെനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അനീമിയ, രക്തക്കുറവ് കാര്യങ്ങൾ ഉണ്ടാകുവാറുണ്ട്. സോ നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ക്ഷീണവും പഠിക്കാൻ ഇൻട്രസ്റ്റും ഒന്നും ഇല്ലായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ എന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വിറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12ൻ്റെയും അതുപോലെ മറ്റ് വിറ്റമിനുകളുടെയും ഡെഫിഷ്യൻസി ഒക്കെ കുറവൊക്കെ ഉള്ളവർക്കും ഇതുപോലെ വരാമെന്നുള്ളതാണ്. അത് ഭക്ഷണം വഴിയും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. പിന്നീട് മറ്റു ഈ കാരണങ്ങളൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നാത്തതാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടുമാകാം. കാരണം അതിനകത്ത് ബേസിക്സ് ഇപ്പം ഒരു +2 എത്തിയ സ്റ്റുഡൻറ്റിന് ഈ ഒരു സമയത്താണ് നന്നായി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതെന്ന് വിചാരിക്കുക. പക്ഷേ അതിന് മാത്സ്, ഫിസിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. കെമിസ്ട്രി എല്ലാം ആണെങ്കിലും അതിനകത്ത് ബയോളജി ആണെങ്കിലും അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ അതിനകത്ത് മാത്സ്, ഫിസിക്സ് ആണ് വരിക. കാരണം ആ ഒരു കണ്ടിന്യൂറ്റി അതിനകത്ത് ഇപ്പം പഴയ ക്ലാസ്സുകളിൽ പഠിച്ച ബേസിക്സ് ഒന്നും അറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും പുതുതായി പഠിക്കുവാൻ എന്നുള്ളതാണ്. സോ നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് വരും. സോ ബേസിക്സ് ഒക്കെ മനസ്സിലാക്കി അങ്ങ് പഠിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്ന എന്തും കൃത്യമായി മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓക്കെയാണ്, പക്ഷേ എന്നിട്ടും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി പഠിക്കാൻ തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബയോളജിക്കലി നിങ്ങളുടെ ബോഡിക്കകത്ത് ഡോപ്പമിൻ്റെ ഒരു കുറവായിരിക്കാം അതിനകത്ത് റീസൺ. അപ്പോൾ ഡോപ്പമിൻ നമുക്ക് മാക്സിമം ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൂടുതൽ ഹാപ്പി ആയിരിക്കുക, അതുപോലെ സൺലൈറ്റ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഡയറ്റ്, ഇതുമായി എല്ലാം ഡോപ്പമിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മോർണിംഗ് അതിരാവിലെ എണീറ്റ് കോൾഡ് എക്സ്പോഷർ പലപ്പോഴും നമുക്കൊരു ഡോപ്പമിൻ ബൂസ്റ്റ് നൽകുമെന്ന് പല പഠനങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ഒരു എനർജിയൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ടൂർ പോകുന്ന യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ആ ഒരു തണുപ്പിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോപ്പമിൻ ബൂസ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം, സ്ക്രീൻ ടൈം. നിങ്ങൾ ഒരുപാട് മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോപ്പമിനുമായി ബന്ധപ്പെട്ട് ഇംബാലൻസ് ഉണ്ടാകുവാനും അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ എനർജിയൊക്കെ കുറയുവാനുള്ള ഉണ്ടാകാം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരുപാട് ടൈം നിങ്ങൾ സ്ക്രീനിൽ മൊബൈലിലൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു കൺട്രോൾ നിങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഒക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റു നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട PYQസുമായിട്ടെല്ലാം നമ്മൾ വീഡിയോകൾ ചെയ്യും. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.